വന്നിട്ട് പറഞ്ഞാൽ +2 ഡിഗ്രിയോ എഞ്ചിനീയറിംഗോ ഒന്നും പാസ്സാകേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടാനായിട്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ഫോറസ്റ്റ് വകുപ്പിൽ ഡ്രൈവറിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ്. നിങ്ങൾ 10th പാസ്സായവരാണെങ്കിൽ, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എത്രയുണ്ട് സാലറി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡേറ്റ് എത്ര വരെയുണ്ട് എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വായിച്ചതിന് ശേഷം ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. 2025 നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു സർക്കാർ ജോലി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലിലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടായാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സന്തോഷം തരുന്ന നല്ല അടിപൊളി ഒരു ജോബിനെ പറ്റിയാണ് ഞാനിന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിൽ വനംവകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കേരള വനം ആൻഡ് വന്യജീവി വകുപ്പ് ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്കും ഡ്രൈവറിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് ഡിഗ്രിയോ എൻജിനീയറിങ്ങോ ഒന്നും പഠിക്കാതെ നമുക്ക് ഒരു സർക്കാർ ജോലി ഏൺ ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പറ്റും. അപ്പം സർക്കാർ ജോലി വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, കാരണം അവർക്കായിരിക്കും ഡ്രൈവിങ്ങിനോട് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പം താല്പര്യം ഇനി സ്ത്രീകൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് ഡ്രൈവിങ്ങിന് കൂടുതൽ ഇൻട്രസ്റ്റ്, അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള PSCയുടെ 1 ഡേ പ്രൊഫൈൽ വഴി വേണം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ശമ്പളത്തിൻ്റെയും ഏജിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. ഈ ഒരു ജോലിക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് 2024 ഡിസംബർ 30 മുതൽ 2025 ജനുവരി 29 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം ജനുവരി 29 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപേക്ഷ സമർപ്പിച്ചാൽ മതി. പിന്നെ ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് നടത്തുന്നത്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 524/2024 ആണ്. തസ്തികയുടെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡ്രൈവർ എന്നാണ്. വേക്കൻസികളാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇത്ര ആണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരളയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാലറി എന്ന് പറയുന്നത് 26,500-നും 60,700-നും ഇടയ്ക്കായിരിക്കും സാലറി കിട്ടുക. അപ്പോൾ അത് എത്രയാണ് നമുക്ക് ആ സമയത്ത് മെൻഷൻ ചെയ്യാം. ഏകദേശ കണക്കനുസരിച്ച് 26,500-നും 60,700-നും ഇടയ്ക്ക്, അപ്പം ഒരു 30,000-ന് സംതിങ് കിട്ടും. 30,000 ഞാനങ്ങ് ഊഹിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങളത് പേടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കുക. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഏജ്, പ്രായപരിധി നമുക്ക് നോക്കാം. 23 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷന് സമർപ്പിക്കാവുന്നതാണ്. അതിൽ ഇയർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2/1/1988-നും 1/1/2001-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ നിങ്ങളുടേത്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് SLC ആണ്. SLC അല്ലെങ്കിൽ അതിന് റിലേറ്റഡായിട്ട് വരുന്ന ഈക്വലായിട്ട് നിൽക്കുന്ന കോഴ്സ്, പിന്നെ SLCക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന കോഴ്സ് വേറെ ഒന്നും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ SLC ആണ് മാക്സിമം എല്ലാവരും നോക്കുന്നത്. അപ്പം SLC. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രൈവിങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് എല്ലാ ഇതിലുള്ളതല്ലേ. അപ്പോൾ കുറഞ്ഞത് 3 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ PSC ഇതിൽ 1 ഡേ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതുവഴി വേണം നമ്മൾ അപേക്ഷ തീയതി സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ www.kerala.psa.government.in എന്ന
ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. നമ്മൾ എന്താ പറയുക, യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പണാക്കി നമ്മുടെ പ്രൊഫൈലിലൂടെ വേണം എന്ത് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ 2013 ഡിസംബർ 31 മുന്നേ ആയിട്ടുള്ള ഫോട്ടോസ് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 1/1/2028 മുതൽ പുതിയതായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്ക് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോസ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വായിക്കണം. ഇതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. PSC ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.